ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വാട്ട് ഐ എയ്റ്റ് വിത്ത് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന വ്ളോഗാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അനുഷേനെ 1.5 വർഷത്തിന് ശേഷം കാണാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ മാത്രമല്ല, അനുഷയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമ്മൾ ഫോണിൽ കൂടി വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ട് 10 നുണ പറയുന്നതിൻ്റെ സുഖം വേറെ തന്നെയല്ലേ ഗൈസ്. പക്ഷെ നമ്മൾ രണ്ടുപേരും ആദ്യം കണ്ടിട്ട് പറഞ്ഞത് വിശക്കുന്ന എന്തെങ്കിലും കഴിക്കാനായിരുന്നു. കാരണം രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ പാളയത്തുള്ള അരുണയിൽ കയറി. ഞാൻ മസാല ദോശയും വടയും, അവൾ പൂരി സെറ്റും വടയുമാണ് ഓർഡർ ചെയ്തത്. പിന്നെ ടീയും കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങാൻ നേരം നല്ല ഓർമ്മകളൊക്കെ അയവർക്ക് വേണ്ടി നാരങ്ങ മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ മ്യൂസിയത്തേക്കാണ് പോയത്. കാരണം കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് കറങ്ങാം എന്നൊക്കെയായിരുന്നു നമ്മൾ വിചാരിച്ചത്. മ്യൂസിയത്തിൽ കുറച്ച് നേരം കറങ്ങിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ഐസ്ക്രീം കുടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ കോൺ ഐസ്ക്രീമും ഞാൻ ചോക്ലേറ്റിൻ്റെ സ്കൂപ്പ് ഐസ്ക്രീമുമാണ് കുടിച്ചത്. എന്നിട്ട് നമുക്ക് MOTയിൽ പോകണമായിരുന്നു. മുന്നേ അനുഷയുടെ മാത്രം ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പം എൻ്റെ ഫ്രണ്ട്സും കൂടെ ആയ ദേവ് ചിണ്ടുവിനെയും കുട്ടുവിനെയും കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ MOTയിൽ പോകുന്നത്. അപ്പോൾ MOTയിൽ പോകുന്ന വഴിക്ക് നമ്മുടെ സാബല്യത്തിലെ ഊഞ്ഞാൽ ഇങ്ങനെ വെറുതെ കിടക്കുന്നു ഗൈസ്, ആരുമില്ല. അപ്പം അങ്ങനെ വെറുതെ ഇടാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 2 ആട്ടമൊക്കെ ആടിയിട്ടാണ് നമ്മൾ MOTയിലേക്ക് പോയത്. MOTയിൽ പോയിട്ട് നമ്മൾ നേരെ ചിക്കിങ്ങിൽ പോയി കേട്ടോ. ചിക്കിങ്ങിൽ പോകാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം നമ്മൾ നടന്നല്ലോ, കുറച്ച് നടന്നപ്പോഴത്തേക്കും നമുക്ക് നല്ല വിശന്നു. അപ്പോൾ നമ്മൾ ചിക്കിങ്ങിൽ പോയി ഫ്രഞ്ച് ഫ്രൈസ്, ബർഗർ, പിന്നെ ഫ്രൈഡ് ചിക്കൻ, പിന്നെ ചിക്കൻ പോപ്കോൺ, ഇതൊക്കെയാണ് ഓർഡർ ചെയ്ത് കഴിച്ചത്. അത് ഓർഡർ ചെയ്ത് കഴിച്ചെങ്കിലും നമുക്ക് വയറിന് സംതൃപ്തിയായില്ല. അപ്പോൾ നമ്മൾ അതിന് ശേഷം അമൂലിൻ്റെ ഒരു വാനില ഫ്ലേവേർഡ് ഐസ്ക്രീമാണ് ഞാൻ കുടിച്ചത്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ സാഫ്രോണിൻ്റെ ഒരു മിൽക്ക് ഷേക്ക് പോലത്തെ ഒരു സംഭവം കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. അവിടെ നല്ല പ്യുവർ ആയിട്ടുള്ള കരിമ്പിൻ ജ്യൂസ് ആയിരുന്നു, അതും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് ഫുഡടി വിശേഷങ്ങളെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ രണ്ടുപേരും കണ്ടതിൽ, ഇത്രയും വർഷത്തിന് ശേഷം കണ്ടതിൽ ഭയങ്കര സന്തോഷം. പിരിയാൻ നേരമൊക്കെ നമുക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ അനുഷ നവംബറിൽ കുവൈറ്റിലേക്ക് പോവുകയാണ്. അപ്പം അവിടെ പോയി ജോബൊക്കെ സെറ്റായി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് 1 ഇയറോ അല്ലെങ്കിൽ 2 ഇയേഴ്സോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതിന് മുന്നേ കൂടിയിട്ടുള്ള ഒരു മീറ്റപ്പ് ആയിരുന്നു ഇത്. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും കണ്ടത്. ആക്ച്വലി ഷീ ഈസ് വെരി ഫണ്ണി, ഭയങ്കര ഫണ്ണിയാണ്, കോമഡിയാണ്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും അവളെ ഷൊർണേഷ് കുമാരി എന്നൊക്കെയാണ് വിളിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ നേരം സുഡിയോയിൽ കയറി. ഒന്നും മേടിക്കില്ലെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം അത്രയേ ഉള്ളൂ ഗൈസ്. അതിനുശേഷം നമ്മൾ പരസ്പരം പിരിയായിരുന്നു. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ എടുത്ത കുറച്ച് പിക്സൊക്കെ കൊടുത്തേക്കും കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒക്കെ ഹാപ്പി ജേണി പറയണം ഈ വീഡിയോ കാണുന്നവർ. അപ്പോൾ എത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.